സ്ക്വിഡ് ഗെയിം സീസൺ 2 കഴിഞ്ഞതിന് പിന്നാലെ ഒരുപാട് ന്യൂസുകളും ഒരുപാട് റൂമറുകളും സ്ക്വിഡ് ഗെയിം സീസൺ 3യുടെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതിലെ പ്രധാനപ്പെട്ട കാര്യമാണ് VIP-കൾ രണ്ടുപേർ നമ്മുടെ ഗെയിമിലേക്ക് കയറിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് സീസൺ 2-ൽ ഗെയിം കളിച്ചവരിൽ 2 പേർ VIP-കളാണ് എന്നുള്ളത്. അത് 2 പേർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമോ? 100ാമത്തെ പ്ലെയറും 125ാമത്തെ പ്ലെയറും. ഇവർ 2 പേരും VIP-കളാണ് എന്നുള്ളതാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് നോക്കിയാലോ? സ്ക്വിഡ് ഗെയിമിന്റെ ആദ്യത്തെ സീസൺ നമ്മൾ കണ്ട സമയത്ത് നമ്മളെല്ലാവരും തന്നെ ശ്രദ്ധിച്ചിട്ടുള്ള കാര്യമായിരിക്കും VIP-കൾ അതിൽ വന്നത്. എന്നാൽ സ്ക്വിഡ് ഗെയിമിന്റെ സീസൺ 2-ൽ VIP-കളെ കാണിച്ചിട്ടില്ലായിരുന്നു. ഈ VIP-കളാണ് ഓരോരോ പ്ലേയേഴ്സിന്റെ പേരിൽ വൻ തുകയ്ക്ക് ബെറ്റ് വെക്കുന്നത്. എന്നാൽ രണ്ടാമത്തെ സീസണിൽ എന്തുകൊണ്ടാണ് അവർ വരാത്തത്? അതിപ്പോഴും മിസ്റ്ററി ആയിട്ട് തുടരുന്ന ഒരു കാര്യം തന്നെയാണ്. ആദ്യം തന്നെ നമുക്ക് 100ാമത്തെ പ്ലെയറിന്റെ കാര്യം നോക്കാം. ആ ഒരു അപ്പാപ്പൻ ഈ 100ാമത്തെ പ്ലെയർ വന്നതിന് ശേഷം ഗെയിം എപ്പോഴൊക്കെ നിൽക്കുന്നോ, എപ്പോഴൊക്കെ വോട്ട് ചെയ്ത് ഓരോരുത്തർ കണ്ടിന്യൂ ചെയ്യണമെന്ന് പറയുന്നു, ആ സമയത്തെല്ലാം തന്നെ ഈ അപ്പാപ്പൻ പറയാറുള്ളത് നമുക്ക് ഈ ഗെയിം എങ്ങനെയെങ്കിലും കണ്ടിന്യൂ ചെയ്യണം, കണ്ടിന്യൂ ചെയ്യേണ്ട എന്ന് പറയുന്നവരെല്ലാം തന്നെ നിങ്ങൾ കൊന്നൊടുക്കണം, ഈ ഗെയിം നിർത്താൻ ഒരിക്കലും സമ്മതിക്കരുത് എന്നുള്ള രീതിയിലായിരുന്നു. ശരിക്കും ഒറിജിനൽ സ്ക്വിഡ് ഗെയിമിൽ ഏറ്റവും കൂടുതൽ ഈ ഗെയിം നടക്കണമെന്ന് ആഗ്രഹമുള്ളത് VIP-കൾക്ക് തന്നെയാണ്. അപ്പോൾ ഇതൊരു കാരണമായി നമുക്ക് എടുക്കാം. ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള, ഭയങ്കര അറഗന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് തന്നെയാണ് ഈ അപ്പാപ്പനെ 100ാമത്തെ പ്ലെയറെ കാണിക്കുന്നത്. അതുപോലെ ഈ ഗെയിം തുടങ്ങുന്ന സമയത്ത് 100ാമത്തെ പ്ലെയറിന് $10 ബില്യൺ കടമുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു സാധാരണക്കാരന് ഒരിക്കലും $10 ബില്യൺ കടം വരില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പോൾ എന്തായാലും ഈ അപ്പാപ്പൻ, അതായത് 100ാമത്തെ പ്ലെയർ വലിയ പണക്കാരനായിരിക്കാം. ബെറ്റ് വെച്ചിട്ട് ഈ ഒരു $10 ബില്യൺ അദ്ദേഹത്തിന് പോയതായിരിക്കാം. മേ ബി ഇതിന് മുൻപേയുള്ള ഏതെങ്കിലും സ്ക്വിഡ് ഗെയിം സീസണിൽ ബെറ്റ് വെച്ചതിന് പിന്നാലെ അദ്ദേഹത്തിന് തോറ്റുപോയ പണമായിരിക്കാം ഈ $10 ബില്യൺ. അതും നമ്മുടെ 456ാമത്തെ വ്യക്തിക്കെതിരെ ആയിരിക്കാം അദ്ദേഹം മേ ബി ബെറ്റ് വെച്ചിട്ടുണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മുടെ നായകനെതിരെ ഈ അപ്പാപ്പൻ ഇറങ്ങി തിരിച്ചതും. ഒന്നുകിൽ തന്റെ $10 ബില്യൺ ആ ഒരു കടം തീർക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ മരണം അല്ലെങ്കിൽ ആ ഒരു കടം തീർക്കണം എന്നുള്ള വാശിയിൽ അദ്ദേഹം സ്ക്വിഡ് ഗെയിമിലേക്ക് ഇറങ്ങിയതായിരിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ $10 ബില്യൺ പോണെങ്കിൽ പോട്ടെ, തനിക്ക് വീണ്ടും വേണ്ടത് എന്റർടൈൻമെന്റ് ആണ്. ആ എന്റർടൈൻമെന്റ് അടുത്ത് വെച്ച് കാണണം. അതും തന്റെ പണം നഷ്ടപ്പെടാൻ കാരണക്കാരനായിട്ടുള്ള 456ാമത്തെ വ്യക്തി തോൽക്കുന്നതും മരണപ്പെടുന്നതും തനിക്ക് നേരിട്ട് കാണണമെന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം വന്നതുമായിരിക്കാം. ഇനി അടുത്ത പ്ലെയറിന്റെ കാര്യം നോക്കാം. 125ാമത്തെ പ്ലെയർ അഥവാ മിൻസു. ഇവനെ കണ്ടു കഴിഞ്ഞാൽ തന്നെ ഭയങ്കര പാവമാണ് എന്നുള്ള രീതിയിലാണ് നമുക്ക് തോന്നുക. പക്ഷേ അങ്ങനെ പാവത്തരം കാണിച്ച് ഒരിക്കലും VIP ആകില്ല എന്ന് തോന്നുന്ന ഒരു വ്യക്തിയെ തന്നെയായിരിക്കും സ്ക്വിഡ് ഗെയിം ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ് നമുക്ക് വേണ്ടിയിട്ട് മുൻപിലേക്ക് ഇട്ട് തരാൻ ചാൻസ് ഉള്ളത്. അതായത് VIP ആയിട്ട് ഒരു വൺ ട്വിസ്റ്റിന് സാധ്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു ക്യാരക്ടറിനെ തന്നെ അവർ തിരഞ്ഞെടുക്കാനുള്ള സാധ്യതകളാണ് നമ്മൾ കൂടുതലായിട്ടും കാണുന്നത്. മിൻസുവിന്റെ ഏറ്റവും അടുത്ത ഫ്രണ്ടായിട്ടുണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ അവിടെ നിന്നും കൊല്ലുന്ന സമയത്ത് മിൻസു അവിടേക്കൊരു ബോട്ടിലാണ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അവർ തമ്മിൽ തല്ലി ചാവുകയാണെങ്കിൽ ചാവട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പെൺകുട്ടിയെ കൊല്ലുന്നത് കണ്ടിട്ടും മിൻസു അവിടേക്ക് ഇറങ്ങിപ്പോയിട്ടില്ല. അദ്ദേഹം പേടിച്ച് അവിടെ ഇരിക്കുന്ന രീതിയിലായിരുന്നു കാണിച്ചിട്ടുണ്ടായിരുന്നത്. മേ ബി ഇതും അദ്ദേഹത്തിന്റെ ഒരു ടാക്ടിക്സ് ആകാൻ ചാൻസ് ഉണ്ട്. അതുപോലെ സ്ക്വിഡ് ഗെയിം സീസൺ 2-ന്റെ കാസ്റ്റ് നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കുകയാണെങ്കിൽ അതിൽ ഓരോരുത്തരുടെയും പേരിന് താഴെയായിട്ട് ക്യാരക്ടറിന്റെ പേരും കൂടി കൊടുത്തിട്ടുണ്ട്. മിൻസുവിന്റെ പേരിന് താഴെയായിട്ട് കൊടുത്തിട്ടുള്ളത് VIP 3 എന്ന് പറഞ്ഞിട്ടാണ്. അതായത് VIP ആണ് എന്ന് പറഞ്ഞിട്ടാണ് ക്യാരക്ടർ നെയിം കൊടുത്തിട്ടുള്ളത്. ഈ ഒരു കാര്യം കേൾക്കുന്നത് കൊണ്ട് തന്നെയാണ് കൂടുതൽ പേരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് മിൻസു ആയിരിക്കും VIP എന്നത്. ഇതെല്ലാം തന്നെ മിൻസുവിന്റെ പ്ലാൻ ആണെങ്കിലോ, മിൻസു ബാക്കിയുള്ളവരെ കൊല്ലാൻ വേണ്ടിയിട്ടും ബാക്കിയുള്ളവരെ കൊല്ലിക്കാൻ വേണ്ടിയിട്ടും ഇതിനകത്തേക്ക് കയറിയതാണെങ്കിലോ, ഇതെല്ലാം തന്നെ അറിയണമെന്നുണ്ടെങ്കിൽ സീസൺ 3 എന്തായാലും വരേണ്ടിയിരിക്കുന്നു. പിന്നെ അതുപോലെ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം, VIP-കൾ ഫസ്റ്റ് സീസണിൽ ഉണ്ടായിരുന്നു, സെക്കൻഡ് സീസണിൽ വന്നിട്ടില്ല. ഫസ്റ്റ് സീസണിൽ തന്നെ ഗെയിമിന്റെ അവസാനത്തേക്കായിരുന്നു VIP-കൾ വന്നിട്ടുണ്ടായിരുന്നത്. അതുപോലെ സെക്കൻഡ് സീസണിൽ ഗെയിമിന്റെ അവസാനമായിട്ടില്ല. ആ അവസാനം നടക്കാൻ വേണ്ടി പോകുന്നത് തേർഡ് സീസണിലായിരിക്കും. അപ്പോൾ തേർഡ് സീസണിലായിരിക്കും VIP-കളും വരാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ആയിരിക്കും ഏതെങ്കിലും VIP-കൾ ഗെയിമിലുണ്ടെങ്കിൽ അതും റിവീൽ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ 100ാമത്തെ നമ്പറാണോ 125ാമത്തെ മിൻസു ആണോ? ആരായിരിക്കും VIP? വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.